നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 25-ാം തീയതി 1200-ാം ആണ്ട് കർക്കിടക മാസം 9-ാം തീയതി വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണ്. പൂയൻ നക്ഷത്രമാണ്. നക്ഷത്രം തന്നെ പൂയൻ നക്ഷത്രത്തിലാണ് ജനിച്ചത്. ഇന്നത്തെ ഉദയ നക്ഷത്രം പൂയൻ നക്ഷത്രമാണ്. പൂയൻ നക്ഷത്രം ജനിച്ചു നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ പൂയൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്നത്തെ ദിവസവും ശുഭദിനമാണ്. ശുക്രവാരം, വെള്ളിയാഴ്ച. അപ്പോൾ ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. പ്രധാനമായിട്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ, കർക്കിടക മാസത്തിലെ പൂയൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് വാർഷിക ഫലമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലം കുറച്ച് വ്യത്യസ്തമായിട്ട് പറയാൻ കാരണം. വാർഷിക ഫലം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതി, ജോലിയിൽ ഉയർച്ച, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടും. അങ്ങനെ ഉള്ള നേട്ടഫലങ്ങളെ കൊടുക്കുന്ന സമയമാണ് ശരിക്ക് ഈ ഒരു വർഷക്കാലം. അതുകൊണ്ട് ഈ വിവാഹമോ അല്ലെങ്കിൽ മക്കളെ കല്യാണം നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന പൂയൻ നക്ഷത്രക്കാരുണ്ടെങ്കിൽ, നിങ്ങളെ ബർത്ത്ഡേ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിലാണെങ്കിൽ നിങ്ങൾ സുനിശ്ചിതമായിട്ടും മക്കളെ കല്യാണം ഇപ്പം നടത്തി കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി പോവുക. ശരിക്ക് രാവുകാലം 10:30 മണി മുതൽ 12 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കണ്ടൽ രേഖപ്പെടുത്തി 10:57 തൊട്ടേ തുടങ്ങുള്ളൂ, 12:31 വരെ. അതുപോലെ തന്നെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികൻ്റെ ബന്ധം പറഞ്ഞത് 7:50 തൊട്ട് 9:24 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3:38 തൊട്ട് 5:12 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. എന്തിന് ചെയ്താലും അത് വിപരീത ഫലത്തെ കൊടുക്കും. അതാണ് ചെയ്യരുതെന്ന് പറയാൻ കാരണം. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്, അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട്. 12:07 തൊട്ട് 12:55 വരെ 48 മിനിറ്റ് ഉള്ളതിൽ മധ്യസമയം ഒരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച കളറ് അല്ല, ശരിക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പച്ച നമുക്ക് ധരിക്കുന്നതുകൊണ്ട് ദോഷമില്ല. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് റെഡ് കളറ്, ചുവപ്പ് കളറോ ചുവപ്പ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം നമ്മൾ ഇന്ന് ധരിച്ചു കൊണ്ട് പോകുമ്പോൾ ശുക്രൻ്റെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. കളർ നമുക്ക് ധരിച്ചാലും ഈ ദിവസത്തിൻ്റെ കളറുണ്ട് പ്രപഞ്ചത്തിൽ, ആ കളറിലുള്ള പോസിറ്റീവ് എനർജി. അതിനൊപ്പം അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും റെഡ് കളറ് എഴുതുക, അല്ലെങ്കിൽ ഒരു പൊട്ടായിട്ടെങ്കിലും ചുവന്ന പൊട്ട് തൊടുക. ഇതൊക്കെ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.